ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണറോട് മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഇത് നമുക്ക് ഏകദേശമൊക്കെ അറിയാം, എന്നാലും കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും നമ്മുടെ പാർട്ട്ണറോട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് അവരെക്കുറിച്ച് സംസാരിക്കും, ഇൻട്രസ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ അങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സോ എന്തായിരിക്കും അവർക്ക് ആ സമയത്ത് തോന്നുക? അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല ഇൻസെക്യൂരിറ്റി തന്നെയാണ്. അതായത് എന്നേക്കാൾ പ്രാധാന്യം ആ ഒരു വ്യക്തിക്കുണ്ടോ എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവും. അതവർക്ക് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി തന്നെയാണ് ഉണ്ടാക്കുക. കാരണം നമ്മളെല്ലാവരും വിചാരിക്കുക നമ്മുടെ പാർട്ട്ണർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അവർ ഏറ്റവും അധികം പ്രയോറിറ്റി നൽകുന്നത് നമുക്കായിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല, മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്ത് ഇതിപ്പോൾ എന്താണ് അവരെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്നെക്കാളും വലുതാണ് അവർ, അങ്ങനെ ഒരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ അത് ചെറിയ രീതിയിൽ പിന്നീട് ആ ഒരു ഇൻസെക്യൂരിറ്റി തന്നെ പിന്നീട് അങ്ങോട്ട് ചെറിയ രീതിയിൽ അവരെ വല്ലാതൊരു സംശയം രീതിയിലേക്കൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴും അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അസൂയ തോന്നും എന്നുള്ളതാണ്. ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, അതായത് നമ്മുടെ അടുത്ത് തന്നെ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു അസൂയ ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു വ്യക്തിയോട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അപ്പം എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവർക്കും തോന്നുക, ഒരു അസൂയൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. എന്നെക്കാളും ഇപ്പോൾ ഭയങ്കര അടുപ്പമെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അവരപ്പോൾ എന്തോ വലിയ സംഭവമാണല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു അസൂയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അസൂയ തോന്നാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, താരതമ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവും. അതായത് ഇപ്പോൾ എന്നെ ആ ഒരു വ്യക്തിയുമായി വെച്ച് കമ്പയർ ചെയ്യുകയാണോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്, അങ്ങനെ അവർ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീരെ നമുക്ക് ഓക്കെ ആവാറില്ല. കാരണം നമ്മുടെ പാർട്ട്ണർ നമ്മളാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരിക്കണം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പം അങ്ങനെയല്ലാതെ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും, മേ ബി അവർ കമ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് പറയുന്നതല്ലെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യും, ഇതെന്നെ കമ്പയർ ചെയ്യണം, അപ്പം എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്നാണ് ആൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. ഈ സെയിം സംഭവം തന്നെയാണ് അവർക്ക് തിരിച്ചും തോന്നുക. നിങ്ങളിങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്, അപ്പോൾ എന്നെക്കാളും മികച്ചൊരു പേഴ്സൺ ആണോ അവർ, ഇങ്ങനെയൊക്കെ അവർക്ക് തോന്നും എന്നുള്ളതാണ്. സോ താരതമ്യം ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ താരതമ്യം കൂടി ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പറയാതിരിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൗതുകം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആരാണ് ഈ ഒരു പേഴ്സൺ, എന്തുകൊണ്ടാണ് ഈ ഒരാൾ ഇത്രയും ചർച്ചാ വിഷയമാകുന്നത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഒരാളെക്കുറിച്ച് അവർ അതിയായ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും അറിയാൻ വേണ്ടിയിട്ട്. അതായത് ആരാണ്, എന്താണ് റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരാൾ അറിയാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ കൗതുകമാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരിൽ എന്തോ ഉണ്ട്, എന്തോ പ്രത്യേകതയുണ്ട്, അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഇവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ചർച്ചാ വിഷയമാകുന്നത്, അല്ലെങ്കിൽ ആ ഒരാളെക്കുറിച്ച് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എന്തോ ഉണ്ടല്ലോ, അതായത് ആൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പേഴ്സൺ ആണോ, അങ്ങനെ എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമാണ്. ചില ആളുകളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും, മറ്റു ചില ആളുകളിൽ വിശ്വാസം കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ പാർട്ട്ണറുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള സംശയം വരും, എന്തിനാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ പറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇത്രയും ഇഷ്ടമാണ്, അവരോട് ഇത്രയും നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ തോന്നും. അത് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഡൗട്ട് കൂടിക്കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാം. എന്നാൽ മറ്റ് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുള്ളത് വിശ്വാസം കൂടുന്നതായിട്ടാണ്. അതായത് എല്ലാം എന്നോട് ഓപ്പണായിട്ട് പറയാറുണ്ട് എന്ന് പല പാർട്ട്നേഴ്സും വിചാരിക്കുന്നു. ആ ഒരാളെക്കുറിച്ചും എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആൾ ഭയങ്കര ശുദ്ധ മനസ്സൊക്കെയുള്ള പേഴ്സൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം എന്നോട് പറയുന്നത് എന്നൊരു തോന്നൽ അവർക്ക് വരും. അങ്ങനെയാകുമ്പോൾ
നിങ്ങളോട് വിശ്വാസം കൂടാനുള്ള ചാൻസും ഉണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കി ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നിങ്ങളോട് വിശ്വാസം കൂടുകയാണോ അല്ലെങ്കിൽ കുറയാണോ ചെയ്യുന്നതെന്നുള്ളത്. അവരെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ഇൻസെക്യൂരിറ്റി ഫീലൊക്കെ വരുന്നത് കാണുന്നുണ്ട്, വലിയ രീതിയിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കുറയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. അതല്ലാതെ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവും ഇല്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. സോ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിക്കുന്നതെന്ന് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ പാർട്ണറോട് പറയാതിരിക്കുക. പൊതുവേ അങ്ങനെ നിങ്ങൾ പറയുന്നത് നല്ലതല്ല. അതായത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് മറ്റൊരു പുരുഷനെ കുറിച്ച് പറയുന്നത് അവർക്കൊരിക്കലും ഓക്കെ ആവില്ല. അതിപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ ഇതിനൊരു പരിധിയുണ്ട്, അത് കവിഞ്ഞ് പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ, അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ മിണ്ടാതിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോട് സംസാരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്